ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പം ഞാനിവിടെ കാണിക്കുന്നത് ഒരു അടിപൊളി മുട്ടക്കുറുമയുടെ റെസിപ്പിയാണ്. ഞാനിവിടെ ഇപ്പം 8 മുട്ടയ്ക്കുള്ള അളവാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പം ഞാൻ 8 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള ആവശ്യമുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 4 പച്ചമുളകിൻ്റെ അളവ് വേണേൽ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് കറി ലീവ്സ്, ഒരു വലിയ തക്കാളി. ഇനി നമുക്കിതിലേക്ക് ഒരു 15 കാഷ്യൂനട്ട് അരച്ചത് എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങയുടെ 1/4 പാലും വേണം, അതുപോലെ തന്നെ 2/2 പാലും വേണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് മുട്ടയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ ഉപ്പ് ആവശ്യത്തിന് ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പൊടി കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്ക് മുട്ടയൊക്കെ ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പൂ ഇത്ര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് ഉലുവ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കുക. അപ്പം നമ്മുടെ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും അടച്ച് വെച്ച് വേവിക്കുമ്പോൾ. ഇപ്പം നമ്മുടെ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2/2 പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നൊന്ന് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇട്ട് കൊടുക്കുക.
ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1/4 പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.